ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന മമ്മൂട്ടിയുടെ ഹൊറർ ചിത്രം ഭ്രമയുഗം കാണാനുള്ള 5 കാരണങ്ങൾ. കഴിഞ്ഞ വർഷം മലയാള സിനിമയിലെ ആദ്യത്തെ വലിയ ഹിറ്റായ കോമഡി ഹൊറർ രോമാഞ്ചം ഹൊറർ വിഭാഗത്തിന് വിശ്വസ്തരായ പ്രേക്ഷകരെ കാണിച്ചു. ഫെബ്രുവരി 15-ന് റിലീസ് ചെയ്യുന്ന ഭൂതകാലം സംവിധായകന്റെ രണ്ടാമത്തെ ചിത്രമായ ഭ്രമയുഗം ഈ വർഷത്തെ ആദ്യ മെഗാ ഹിറ്റായി മാറുമോ? ബ്രഹ്മയുഗത്തിന്റെ ടീസറിലും ട്രെയിലറിലും പകൽ വെളിച്ചത്തെ ഭയപ്പെടുത്തുന്ന മമ്മൂട്ടിയുടെ ചിത്രമുണ്ട്. ചിത്രത്തിൽ കുറച്ച് ഹൊറർ ഘടകങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇതിനെ ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് വിളിക്കും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായി കാണുന്നത് നവ്യാനുഭവമായിരിക്കും. ഇത് നിങ്ങളെ ഭയപ്പെടുത്തുമോ എന്ന് എനിക്കറിയില്ല. അടുത്തിടെ ഒരു റേഡിയോ അഭിമുഖത്തിൽ സംവിധായകൻ രാഹുൽ സദാശിവൻ ഈ ചിത്രത്തെ കുറിച്ച് സംസാരിച്ചു. ഇത് കാണേണ്ട ഒരു സിനിമയാണെന്ന് ഞങ്ങൾ കരുതുന്നതിൻ്റെ 5 കാരണങ്ങൾ ഇതാ. മമ്മൂട്ടി ഭീഷണിപ്പെടുത്തുന്ന പ്രതിയോഗിയായി 72-ാം വയസ്സിലും തൻ്റെ കളിയുടെ ഉന്നതിയിൽ നിൽക്കുന്ന മെഗാസ്റ്റാറിനെ തടയാൻ കഴിയില്ല. കാതൽ ദീക്കോർ എന്ന സിനിമയിൽ സ്വവർഗാനുരാഗിയായി അഭിനയിച്ചതിന് ശേഷം നടൻ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലൂടെ ഇരുണ്ട മേഖലയിലേക്ക് ഡൈവ് ചെയ്തു. അതിലൊരു ദുഷ്ട കറുത്ത മാന്ത്രികൻ്റെ വേഷം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിലെ സിനിമയിൽ പ്രായമായ ഒരു ഗെറ്റപ്പാണ് അദ്ദേഹം കാണുന്നത്. കൂടാതെ ചാരനിറത്തിലുള്ള ഷേഡുകളുമായി ഇടപഴകുമ്പോഴെല്ലാം മമ്മൂട്ടി എപ്പോഴും അസാധാരണനായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം മലയാളത്തിലെ അവസാനത്തെ B&W ചിത്രം 1984 എൻ്റെ ഗ്രാമം എന്നുള്ളത്. B&W-ൽ ഇത് നിർമ്മിക്കുന്നത് ധീരമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നുവെന്ന് മാത്രമല്ല, തിയേറ്ററുകളിൽ ഇത് അനുഭവിക്കുകയെന്നത് രസകരമായിരിക്കും. എല്ലാറ്റിനുമുപരി ഏറ്റവും മികച്ച ഹൊറർ സിനിമകളിൽ ചിലത് കറുപ്പും വെളുപ്പുമായിരുന്നു. കൂടാതെ വിനാശകരമായ ഫലത്തോടെ ദൃശ്യ തീവ്രത ഉപയോഗിച്ചു.